സ്വാഭാവികമായിട്ടും എന്നിവിടെ തിരിച്ചറിയണത് ചാലക്കുടി പള്ളിയാണ്. കാരണം ഞാൻ എന്റെ ചെറുപ്പം തൊട്ടേ പപ്പയോടൊപ്പം കൈ പിടിച്ച് പള്ളിയിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ എന്നെ മുൻപന്തിയിൽ നിർത്താനാണ് ആള് നോക്കിയിട്ടുള്ളൂ. മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നാണക്കേടായിട്ട് മാറ്റി നിർത്തും. പിന്നെ ഞാൻ ഒരുവിധം പ്രായമായി കഴിഞ്ഞപ്പോ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി. പിന്നെ ചാലക്കുടി പള്ളി, CLC അങ്ങനെയുള്ള സംഘടനകളിലൂടെയാണ് ഞാൻ കുറച്ചും കൂടി മുൻപന്തിയിൽ എത്തിന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇടപഴകാൻ തുടങ്ങിയത്. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് +2 കഴിഞ്ഞാണ് ഞാൻ വീടും പള്ളിയും വിട്ടൊന്ന് പുറത്തേക്ക് മാറി തുടങ്ങിയത്. അത് എൻ്റെ ഡിഗ്രി പനമ്പള്ളിയിലായിരുന്നു. അവിടെയും എനിക്ക് ഇതേപോലെ ടീച്ചർമാരും എൻ്റെ ഒപ്പം പഠിച്ച കൂട്ടുകാരും എന്നെ ധാരാളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ജോൺ പോൾ സിനിമ കാണാറുണ്ട്? ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരാ? പൃഥ്വിരാജിനാണ് ജോൺ പോളിന് ഇഷ്ടം. പിന്നെ എങ്ങനെയുള്ള ഒരു അഡ്വക്കേറ്റ് ആയിരിക്കണം എന്നാണ് ജോൺ പോളിന്റെ ഉള്ളിലുള്ളൊരു ആഗ്രഹം? ഇപ്പൊ പലതരത്തിലുള്ള അഡ്വക്കേറ്റുമാരുണ്ട്. അപ്പൊ ജോൺ പോളിന്റെ മനസ്സിലുള്ള ഒരു വക്കീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമം പാലിക്കുക എന്നുള്ളൊരു, നിയമത്തിനെ പാലിക്കാതിരിക്കുമ്പോൾ അതിനെ നമ്മ എതിർക്കുക. അതാണ് എൻ്റെ എൻ്റെ ഒരു ലക്ഷ്യം. എല്ലാവർക്കും നല്ല നമസ്കാരം. എൻ്റെ അടുത്തിരിക്കുന്ന ഈ ചേട്ടനെ കൂടുതൽ ചാലക്കുടിക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വിൽസൺ കല്ലൻ ഒരുപാട് ചാലക്കുടിയുടെ സാമൂഹ്യ മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിരി ക്ലബിൻ്റെ ഒക്കെ വലിയ സംഘാടകനായിട്ട് ഒരുപാട് പേരെ ചിരിപ്പിച്ചും ആളുകളൊക്കെ മനസ്സ് റിലീഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നു. സന്തോഷം. ഈ വിൽസണിൻ്റെ ഹാപ്പി ഹോമിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. ഹാപ്പി ഹോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, വീട് എന്ന് പറയുന്ന 4 ചുമരുകൾക്കുള്ളിൽ നിൽക്കുന്നൊരു സംഭവമല്ല. വീടിൻ്റെ ഉള്ളിൽ ഓരോ അംഗങ്ങളുടെയും എരിവും പുളിയും കലർന്ന ആ ജീവിതങ്ങളുടെ ഒക്കെ ഒരു കൂടിച്ചേരലാണ് ശരിക്കും പറഞ്ഞാൽ കുടുംബം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഹാപ്പി കുടുംബം, കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, ആ കുടുംബത്തിലാണ് നിൽക്കുന്നത്. ഇത് വിൽസേട്ടൻ്റെ മോൻ ജോൺ പോള്, ഇത് വിൽസേട്ടൻ്റെ ഭാര്യ LCനെ പറ്റി 2 വാക്ക് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയാണ്. LCG നേഴ്സാണ് ദുബായിൽ. അത് കഴിഞ്ഞ് കുറച്ചാൾ മസ്കറ്റിലുണ്ടായിരുന്നു. ഇവിടെയൊക്കെ വിശിഷ്ടമായ സേവനത്തിന് ഇവിടുത്തെ ഗവൺമെൻറ്റുകളുടെ മികച്ച നേഴ്സിനുള്ള പുരസ്കാരം 3 പ്രാവശ്യം അടുപ്പിച്ച് നേടിയിട്ടുണ്ട്. ഈ പ്രാവശ്യവും LCക്ക് തന്നെയാണ് കിട്ടിയത്, മാഡത്തിനാണ് കിട്ടിയതുകൊണ്ട് തീർച്ചയായിട്ടും വലിയ സന്തോഷകരമായ കാര്യം. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ചങ്ക് ബ്രോ ജോൺ പോൾ ആണ്. ചങ്ക് ബ്രോ, ഇത് വിൽസേൻ്റെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യമാണ് ജോൺ പോൾ എന്ന് വലിയൊരു നേട്ടത്തിലേക്ക് അടുത്ത ഞായറാഴ്ച കടക്കാൻ പോകണം. എന്താണെന്നറിയോ? അഭിഭാഷകനാവാൻ പോവാണ്, വക്കീലാവാൻ പോകണം, എൻറോൾ ചെയ്യാൻ പോവാണ്. നിസ്സാര സംഭവമല്ല ഒരു വക്കീലാവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വലിയ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ജോൺ പോൾ. ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ജോൺ പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം. പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ചിരിച്ച് എല്ലാവരോടും, പള്ളിയിലൊക്കെ വരും എല്ലാവരോടും ജോൺ പോളിൻ്റെതായിട്ടൊരു ശരീരം ചിരിച്ച് എല്ലാവരെയും ചേർത്ത് നിർത്തി ആ സന്തോഷവാനായിട്ടുള്ള ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യമായിട്ടുള്ള ജോൺ പോൾ അഭിഭാഷകനാവാൻ പോവുകയാണ്. അതാണ് ഈ കുടുംബത്തിൻ്റെ സന്തോഷവും. ജോൺ പോളിനോട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വിൽസേൻ്റെ ഹാപ്പി ഹോമിലേക്ക്, ഇമ്പമുള്ള കുടുംബത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ജോൺ പോളെ ഹാപ്പിയാണോ? അതെ. എങ്ങനെയാണ് ജോൺ പോളിന് അഡ്വക്കേറ്റ് ആവാൻ ഇങ്ങനെ ഒരു ആഗ്രഹം വന്നത്? അത് സ്വാഭാവികമായിട്ടും പപ്പയുടെ ഒരു ആഗ്രഹത്തിനുപരി ഒരു നിർബന്ധമായിരുന്നു അത് ആവണം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിൽ ആ ഒരു ആഗ്രഹത്തിന് തുറക്കേണ്ടത് പപ്പയാണ്. അങ്ങനെ ആദ്യത്തെ എൻട്രൻസ് ഞാൻ 2020 എഴുതുന്നത്.
അത് നിർഭാഗ്യവശാല് എനിക്ക് കിട്ടില്ല. 21 അത് ഞാൻ വീണ്ടും എഴുതി ഞാൻ പാസ്സായി. ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ എനിക്ക് ഗവൺമെന്റ് ലോ കോളേജ് തൃശ്ശൂരില് എനിക്ക് സീറ്റ് കിട്ടി. പിന്നെ തുടർന്നുള്ള 3 കൊല്ലം എനിക്ക് അവിടുത്തെ അധ്യാപകരും എൻ്റെ ഒപ്പം പഠിച്ച എൻ്റെ കൂട്ടുകാരുടെയും സഹായം കൊണ്ടാണ് ഇന്ന് എനിക്ക് വിജയം നേടാൻ കഴിഞ്ഞത്. അപ്പൊ അവരുടെ ഒരു അനുഗ്രഹവും അവരുടെ ഒരു സപ്പോർട്ടും ഇന്ന് എനിക്ക് ഉണ്ട്. തീർച്ചയായും ദൈവത്തിനും എൻ്റെ മാതാപിതാക്കളോടും ഒരുപാട് നന്ദി പറയുന്നു. ഈ പരീക്ഷയൊക്കെ എഴുതാൻ പോകുമ്പോ ജോൺ പോളിന് ടെൻഷൻ ഉണ്ടായിരുന്നോ? എക്സാം LLB എൻട്രൻസ് എക്സാം എഴുതിയപ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു. ഞാൻ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് രണ്ട് എക്സാമാണ്. ഒന്ന് SSLC എക്സാമും പിന്നെ LLB എൻട്രൻസ് എക്സാം. അത് തീർച്ചയായും എനിക്കൊരു പേടിയായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ എന്തായാലും അത് ഞാൻ എനിക്ക് പാസ്സാവാൻ പറ്റി. പിന്നെ എൻ്റെ എക്സാം എന്ന് വെച്ചാൽ എനിക്ക് സ്ക്രൈബാണ് എഴുതുന്നത്. അതായത് എന്നെക്കാളും ജൂനിയർ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവര് അത് എഴുതാണ് ചെയ്യുന്നത്. SSLC തൊട്ട് ഇന്ന് വരെയുള്ള എൻ്റെ അക്കാദമിക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പം ഇത്രയും കൊല്ലത്തുള്ളൊരു യാത്രയിൽ ഒരുപാട് സ്ക്രൈബുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവരെയും കൂടിയും ഒരു സഹായം അത് പ്രത്യേകിച്ച് എടുത്ത് പറയണം. അപ്പം അവരെയും കൂടി ഒരു സഹായത്തോടാണ് ഞാൻ ഇത് നേടിയെടുക്കാൻ എനിക്ക് പറ്റിയത്. ജോൺ പോളിന് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിട്ട് തോന്നിയത് എന്താ ഈ പഠനത്തിൽ? ഏറ്റവും ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ തോന്നിയത് ഒരു വെല്ലുവിളി? എനിക്ക് ആദ്യമൊക്കെ സ്വാഭാവികമായിട്ടും എനിക്ക് ഈ യാത്രയാണ് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. കാരണം ഇവിടുന്ന് തൃശ്ശൂര് വരെ പോവാണ്. ഞാൻ പൊതുവെ അങ്ങനെ അധികം യാത്ര ചെയ്യാത്ത ആളാണ്. വീട് അല്ലെങ്കിൽ ചാലക്കുടി ഉള്ളൊരു ലോകം മാത്രമാണ് എനിക്കുള്ളൂ. പക്ഷേ തീർച്ചയായും ആ യാത്ര എനിക്കൊരു വെല്ലുവിളിയായിരുന്നു ഒരു കൊല്ലത്തോളം. പക്ഷേ അത് എനിക്ക് പിന്നെ കുറച്ചും കൂടി ഇത് ഈസി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ പഠിക്കാനും ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത് പിന്നെ എൻ്റെ ടീച്ചർമാരും എൻ്റെ കൂടെ പഠിച്ച എല്ലാ കൂട്ടുകാരും എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ട് അത് വലിയത് തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് തൃശ്ശൂരുള്ള ഒരു അഡ്വക്കേറ്റ് ID രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വക്കീലിൻ്റെ ഒപ്പമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. MACD കേസാണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. കാരണം തുടക്കത്തിലെ ഒരു അധികം വലിയ ഇതിലേക്ക് പോയി എനിക്ക് താല്പര്യമില്ല. അപ്പം നമ്മളെ കൊണ്ട് മനസ്സിലാവുന്നത് മനസ്സിലാക്കി ചെയ്യുക, അതാണൊരു അഭിഭാഷകന്റെ ഒരു കടമാന്ന് ഉള്ള എനിക്ക് തോന്നുന്നു. നമ്മ വലിയ ക്രിമിനൽ വക്കീലാണ് അതാണ് പറയുന്നതിനേക്കാളുപരി നമുക്ക് എന്താ അറിയാം, അത് നമ്മ ചെയ്യുക എന്നുള്ളതാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഈ വക്കീൽ ഫീസ് വലിയ രീതിയിൽ കൊടുത്താണ് കേസുകളൊക്കെ പലരും ബാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ജോൺ പോൾ അഡ്വക്കേറ്റായി വക്കീലായിട്ടൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ജോൺ പോളിന് ഈ പാവപ്പെട്ട ആളുകളോടൊക്കെയുള്ള എന്താണ് കാഴ്ചപ്പാട്? എന്നെ കൊണ്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. എന്ന് വെച്ച് നമുക്ക് പൈസ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു വ്യക്തിനെ കാണുമ്പോൾ നമുക്ക് അറിയാം ആ വ്യക്തി പാവപ്പെട്ടതാണോ അല്ലെങ്കിൽ ആ വ്യക്തി പണക്കാരനാണോ എന്നുള്ളത്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ പാവങ്ങൾക്ക് നിയമം ഇപ്പൊ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, നിയമം എല്ലാവർക്കും തുല്യമാണുള്ളത്. പാവങ്ങളെ സ്വാഭാവികമായിട്ടും അതിൻ്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ഈക്വലായിട്ട് ചെയ്യാനുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് 3 ആൺമക്കളാണ്. അവർ രണ്ടുപേരും ഉയർന്ന് പഠിച്ചുകൊണ്ടിരിക്കുക.
അപ്പോൾ ഇവൻ മാത്രം ഇങ്ങനെ പഠിക്കാതെ ഇരുന്നാൽ ശരിയല്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഇവന് പ്രൊഫഷൻ, അപ്പോൾ ഇവന് എൻജിനീയറിംഗ് ആണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എൻജിനീയറിങ്ങിലേക്ക് പോകാൻ വേണ്ടി ഇവന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട്, കൈവിറയ്ക്കും. അപ്പോൾ അവിടെ ഒന്നും പോയപ്പോൾ അവന് അഡ്മിഷൻ കിട്ടില്ല. അങ്ങനെ ഒരു പ്രൊഫഷണൽ തലത്തിലേക്ക് നീങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞങ്ങളുടെ കാലശേഷവും ഇവന് ഉയർന്ന ഒരു ജീവിതം നയിക്കണമെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആയാൽ കൂടുതൽ സാധിക്കുമെന്നുള്ള ബോധ്യം എനിക്ക് വന്നപ്പോൾ എൻ്റെ കുടുംബക്കാരുടെയൊക്കെ എതിർപ്പ്, എൻ്റെ പെങ്ങന്മാരും എൻ്റെ ഭാര്യയും എൻ്റെ മറ്റു മക്കളൊക്കെ പറഞ്ഞു ഇത് നടക്കില്ല, ചേട്ടന് നടക്കില്ല, അല്ലെങ്കിൽ ജോൺ പോളിന് നടക്കില്ല. പക്ഷെ ഞാൻ ഇവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. യൂട്യൂബിലുള്ള ഇതൊക്കെ ഇട്ടുകൊടുത്ത് അവനെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ അവൻ എൻട്രൻസ് എഴുതി പാസ്സായി. തൃശ്ശൂർ ഗവൺമെൻറ് ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവസാന നിമിഷങ്ങളിലെല്ലാം ആ തൃശ്ശൂർ ലോ കോളേജിലെ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിലേക്ക് അവൻ എത്തിച്ചേർന്നു. ഇന്നിതാ ദൈവാനുഗ്രഹത്താൽ അവൻ വരുന്ന ഞായറാഴ്ച ജൂൺ 1-ാം തീയതി അഭിഭാഷകനായിട്ട് എൻറോൾ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നല്ല സത്യസന്ധനായ ഒരു അഭിഭാഷകനായി ഈ സമൂഹത്തെ സേവിക്കാൻ കഴിയുന്നതിൽ ഞാൻ, എൻ്റെ കുടുംബം കൃതാർത്ഥനാണ്. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾ പലരും, ഇവൻ ജനിച്ചപ്പോൾ പൊക്കിൽ കുടി ചുറ്റി, അതിനെ പേര് ബർത്താസ്പാസിയ അല്ലേ, അങ്ങനെയാണ് ഇവൻ ജനിച്ചത്. അപ്പോൾ 4 വർഷക്കാലം സൗദി ഗവൺമെൻറ് മെഡിക്കൽ അതോറിറ്റി ഇവനെ ചികിത്സിച്ചെങ്കിലും 4 വർഷം കഴിഞ്ഞപ്പോഴൊരു അബ്നോർമൽ ബേബി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ തരികയാണ്. ആ കുട്ടിനെയാണ് ഞങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും ഈ രീതിയിൽ എത്തിച്ചത്. അതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം തന്നെ മറ്റുള്ള അധ്യാപകരോടും ഇവനെ സ്നേഹിച്ച എല്ലാവരോടും നന്ദി പറയുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ കുട്ടിയെ ഞങ്ങളുടെ കയ്യിലേക്ക്, എൻ്റെയും ഹസ്ബൻഡേയും കയ്യിലേക്ക് ഈ കുട്ടീനെ തരുമ്പോൾ അവർ ആദ്യം ഞങ്ങൾ കൗൺസിലിംഗ് നടത്തിയായിരുന്നു. അതായത് ഒരു മെൻ്റലി ആൻഡ് ഫിസിക്കലി റിട്ടാർഡഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ അംഗീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും വളർത്താനും ഉള്ള ഒരു മാനസികമായിട്ടുള്ള ഒരുക്കം ഞങ്ങൾക്ക് ആദ്യം അവർ തന്നിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഉറച്ച ദൈവത്തിൽ വിശ്വസിച്ചു. ആ കുട്ടിയെ എത്രമാത്രം നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ, മാനുഷികമായ രീതിയിൽ നമ്മൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതിനുവേണ്ടി ഞങ്ങൾ സ്വയം ഞങ്ങളെ ഒരുക്കി. ഒപ്പം ദൈവത്തോട് ഞങ്ങളുടെ അപേക്ഷകളെല്ലാം ഞങ്ങൾ പറഞ്ഞു. ഇപ്പോൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വ്യക്തിപരമായി കിട്ടിയ ഏത് അവാർഡിനേക്കാൾ എന്തെല്ലാം അച്ചീവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ. കാരണം ഇപ്പം ഞാൻ ഒരു നേഴ്സാണ്. ഞാൻ വർക്ക് ചെയ്ത സൗദി മുതൽ ഞാനിപ്പം വർക്ക് ചെയ്യുന്ന UAE വരെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അവാർഡുകൾ നേടിയെടുക്കാൻ എനിക്ക് സാധിച്ചു. പക്ഷേ അതിനേക്കാളും എനിക്കെന്നല്ല എൻ്റെ കുടുംബത്തിന് ഏറ്റവും കൂടുതൽ ഞങ്ങൾ സന്തോഷിക്കുന്നത് ഈ കുട്ടിയുടെ ഈ അച്ചീവ്മെൻ്റാണ്. ശരിയാ, മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ എത്രയോ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾ ഇതിലും വലിയ പൊസിഷനിലേക്ക് എത്തുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ജോൺ പോളിൻ്റെ ഈ നേട്ടം എന്ന് പറഞ്ഞാൽ അവൻ എഴുതാൻ പറ്റില്ല. അവൻ പറഞ്ഞു കൊടുക്കുന്ന ആൻസറാണ് സ്ക്രൈബ് എഴുതുന്നത്. അത് കറക്റ്റാണോ ഇല്ലയോ എന്ന് ഈ സ്ക്രൈബിന് ഇവനേക്കാളും 2 ഗ്രേഡ് താഴെ ആയിരിക്കും. അപ്പോൾ അത്രയും വെച്ച് ഒരു കുട്ടി പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞു കൊടുക്കുന്ന ആൻസർ മാത്രം വെച്ച് ഒരു സ്ക്രൈബ് എക്സാം എഴുതുമ്പോൾ വല്ലാത്തൊരു മാനസിക സംഘർഷമായിരുന്നു ഞങ്ങൾക്ക് ശരിക്കും. പക്ഷേ ദൈവം അവിടെ എല്ലാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്. അതായത് പ്രത്യേകിച്ച് ഹസ്ബൻഡിൻ്റെ ഫാദറായിരുന്നു ശരിക്കും ഇവൻ്റെ കുട്ടിക്കാലത്തൊക്കെ ചികിത്സയ്ക്കൊക്കെ ഇവനെ കൊണ്ട് നടന്ന് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ ഫാദറും മദറും അതുപോലെ തന്നെ ഇവനെ നോക്കാനായിട്ട് ഒത്തിരി ആൻറ്റിമാർ ജോൺ പോളിനെ സഹായിച്ചിട്ടുണ്ട്. കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാനും ചികിത്സ നടത്താൻ കൊണ്ടുപോകാനും എല്ലാ കാര്യങ്ങളിലും അവരോടെല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ദൈവം ഞങ്ങൾ പ്രതീക്ഷിച്ചതിലപ്പുറം ഞങ്ങൾക്കിങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് തന്നു. അതിനെല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. ഒപ്പം സമൂഹത്തോട് പറയാനുള്ളത്, നമ്മൾ കുട്ടികൾക്ക് ഒരു ചെറിയ വൈകല്യമാണെങ്കിലും വലിയ വൈകല്യമാണെങ്കിലും നമ്മൾ അവരെ പുറകോട്ട് വിടാതെ നമ്മളെക്കൊണ്ട് എത്രമാത്രം അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് സാധിക്കുമോ അവർക്ക് പ്രിഫറൻസ് കൊടുത്ത് അവരെ നമ്മൾ മുന്നോട്ട് എത്രമാത്രം ആക്കാൻ നമ്മൾ ശ്രമിക്കുമോ തീർച്ചയായും അവർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ വിജയം നേടിത്തരും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. ജോൺ പോളാണ് മൂത്ത മോൻ. രണ്ടാമത്തെ ആൾ MBA കഴിഞ്ഞ് വർക്ക് ചെയ്യുന്നു. ഇളയ കുട്ടി BBA കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നു. ചാലക്കുടിയിൽ നിന്ന് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അക്കൂട്ടത്തിലേക്ക് ഈ ജോൺ പോളും കടന്നു വരികയാണ്. ഒരു നല്ല അഭിഭാഷകനായിട്ട് ജോൺ പോളിൻ്റെ സ്വപ്നങ്ങൾ ഇനിയും വളരെ വലുതായി ആ സ്വപ്നങ്ങൾക്ക് അതിർത്തിയില്ലാതിരില്ല. അതെല്ലാം സാക്ഷാത്കാരത്തിലേക്ക് കടന്നു പോകട്ടെ. അതിന് പ്രചോദകമായി അവരുടെ മാതാപിതാക്കൾ, ജോൺ പോളിൻ്റെ മാതാപിതാക്കളായിട്ടുള്ള വിൽസേട്ടനും SHും കൂടെയുണ്ട്. തീർച്ചയായിട്ടും ജോൺ പോൾ ചാലക്കുടിയുടെ അഭിമാനമായിട്ട് മാറും. ഞായറാഴ്ച എൻറോൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ ചാലക്കുടിയുടെ പ്രിയപ്പെട്ട ജോൺ പോളിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുകയാണ്. നന്ദി, നമസ്കാരം.